പാർലമെന്റിൽ വഖഫ് ഭേദഗതി ബില്ല് പരിഗണനയ്ക്ക് വന്ന സമയത്ത് ഇടതുപക്ഷ എംപിമാർ ഈ നിലപാട് ഉയർത്തിപ്പിടിച്ചിരുന്നു. അന്ന് കോൺഗ്രസ് എംപിമാരും ഈ നിലപാടിനോട് യോജിക്കുകയുണ്ടായി. നിയമസഭയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ നിയമസഭയിലായാലും പുറത്തായാലും അന്ന് UDF-കാർ ഈ നിലപാടിനോടൊപ്പം നിന്നിരുന്നു. പക്ഷേ ഭരണമാറ്റത്തിന് ശേഷം അന്ന് പറഞ്ഞ അതേ നിലപാട് ഞാൻ ആവർത്തിച്ചപ്പോൾ എന്നെ വർഗീയവാദിയായി മുദ്രകുത്തുന്ന നിലപാടാണ് മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായത്. മുസ്ലിം ഇതര അംഗങ്ങൾ വഖഫ് ബോർഡിൽ വേണ്ട എന്ന നിലപാട് ആവർത്തിക്കുന്ന എല്ലാവരും വർഗീയവാദികളാണോ? അങ്ങനെയാണോ കേരള മുഖ്യമന്ത്രി കാണുന്നത്? അതാണോ മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത്? UDF വഖഫ് വിഷയത്തിൽ കൃത്യമായ മലക്കം മറിച്ചൽ നടത്തിയിരിക്കുന്നു. അത് ചോദ്യം ചെയ്താൽ അത് വർഗീയവാദമാകൂ, ന്യൂനപക്ഷ പ്രീണനമാകൂ. അങ്ങനെയാണെങ്കിൽ സംഘപരിവാറിൻ്റെ നാവ് കടമെടുത്ത് മുഖ്യമന്ത്രി സംസാരിക്കുകയാണ് എന്ന് പറയേണ്ടതായി വരും. വഖഫ് നിയമത്തിനെതിരായി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ കടുത്ത ആശങ്കയാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ആ ആശങ്കകളെ വർഗീയതയാണ് എന്ന് അധിക്ഷേപിക്കുന്നത് കൃത്യമായ സംഘപരിവാർ രാഷ്ട്രീയമാണ്. പുതിയ വഖഫ് ഭേദഗതി നിയമത്തിൻ്റെ സെക്ഷൻ 14 പ്രകാരം ബോർഡിൽ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള അംഗങ്ങൾ ന്യൂനപക്ഷമായി മാറാനുള്ള സാധ്യതയാണ് അന്ന് LDF സർക്കാർ ചൂണ്ടിക്കാട്ടിയത്. സെക്ഷൻ 14 ഉപസെക്ഷൻ 1 ക്ലോസ് C പ്രകാരമുള്ള 4 അംഗങ്ങൾ ഒഴികെ ബാക്കിയുള്ള 7 അംഗങ്ങളും അമുസ്ലിങ്ങളാകാനുള്ള സാധ്യതയാണ് പുതിയ വഖഫ് ഭേദഗതി നിയമം വഴി തുറക്കുന്നത്. ഇക്കാര്യമാണ് LDF സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ ഇൻ്റർവെൻഷൻ ഹർജിയിൽ വ്യക്തമാക്കിയത്. ഈ കേന്ദ്ര നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞതാണ്, UDF-ലെ പ്രമുഖ കക്ഷിയായ മുസ്ലിം ലീഗുമുണ്ടല്ലോ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ അത്? ഇതേ നിലപാട് തന്നെയല്ലേ മുസ്ലിം ലീഗും സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത്? എന്നാൽ ആ ലീഗിൻ്റെ പ്രതിനിധി വഖഫ് വകുപ്പ് മന്ത്രിയാണിപ്പോൾ. പക്ഷേ അമുസ്ലിങ്ങളെ ബോർഡിൽ ഉൾപ്പെടുത്താനുള്ള വ്യവസ്ഥയടങ്ങുന്ന സെക്ഷൻ 14 പൂർണ്ണമായി നടപ്പാക്കുമെന്ന നിലപാട് കോടതിയിൽ ഇപ്പോൾ UDF സർക്കാർ സ്വീകരിച്ചിരിക്കുകയാണ്.